വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന IFBയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. ഡിസ്പ്ലേ ഇല്ലാത്ത മെഷീൻ്റെ എറർ കോഡാണ് കാണിക്കാൻ പോകുന്നത്. ഈ മോഡലൊക്കെ ഡിസ്പ്ലേ ഇല്ലാത്ത മെഷീനാണ് ഇതെല്ലാം. ഇങ്ങനെ വരുന്ന ഡിസ്പ്ലേ ഇല്ലാത്ത മെഷീൻ്റെ എല്ലാ എറർ കോഡും ഒന്ന് തന്നെയാണ് വരുന്നത്. അത് നമുക്ക് കാണിച്ചു തരാം. മെഷീൻസ് ആണ് നമ്മൾ എറർ കോഡ്. ഇങ്ങനെയുള്ള IFBയുടെ എല്ലാ മെഷീനും എറർ കോഡ് ഒന്ന് തന്നെയാണ് വരുന്നത്. എറർ എന്നുള്ളത് ഇവിടേക്കാണ് കത്തിക്കിടക്കുന്നത്. ഇതാണ് പ്രോഗ്രാം. ഇത് തന്നെ C ടൈപ്പ്, ഇത് ഇവ അക്കുവൊക്കെയാണ് വരുന്നത്. പല മോഡൽ വരുന്നത്. എല്ലാത്തിനും ഒരു ടൈപ്പ് എറർ കോഡാണ്. അപ്പോൾ നമ്മൾ പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ രണ്ടാമതായി കാണിക്കാമെന്ന എറർ കോഡാണ് ഈ കാണുന്നത്. ഈ എററിൻ്റെ ഇപ്പോൾ ഓഫായി നിൽക്കുവാണ്. ഇത് 2 വട്ടം ബ്ലിങ്ക്, 1 2. ഇത് നോക്കണ്ട, ഈ ലൈറ്റ് ഇത് നോക്കിയാൽ മതി. ഈ ലൈറ്റ് 2 വട്ടം ബ്ലിങ്ക് ചെയ്യുന്നതാണ് എറർ കോഡ്. 2 വട്ടം ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് കറക്റ്റ് സമയത്ത് വെള്ളം കയറുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് 1 2, അത് കഴിഞ്ഞ് കുറച്ച് നേരം അനങ്ങാതെ നിൽക്കും. വീണ്ടും 1 2 ഇങ്ങനെ ആയിരിക്കും. ഈ എറർ കോഡ് അനുസരിച്ചാണ് നമ്മളിതിനകത്ത് കംപ്ലയിൻറ്റ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് 2 വട്ടം ബ്ലിങ്ക് ചെയ്യുന്നെങ്കിൽ ഒന്നീ ഫിൽറ്റർ അടച്ചിരിക്കുമായിരിക്കും, കറക്റ്റ് സമയത്തിനകത്ത് വെള്ളം നിറയുന്നില്ല, അതല്ലെങ്കിൽ ഡ്രെയിനേജ് ഓപ്പൺ ആണ്, ഇതിലൂടെ വെള്ളം ലീക്കാകുന്ന അങ്ങനെയുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോഴാണ് ഇത് 2 ടൈം ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻലെറ്റ് വാൽവ് നോക്കുക, മെഷീനകത്തോട്ട് വെള്ളം വരെ നോക്കുക. അപ്പം നമ്മുടെ ടാങ്കിൽ വെള്ളമില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ അങ്ങനെ ആകുന്നതായിരിക്കും. ഇതുപോലെ വെള്ളം കയറാതെ ഇങ്ങനെ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മെഷീൻ പൗസ് അടിക്കുക. അതിനുശേഷം നമ്മൾ പ്രോഗ്രാം ക്യാൻസൽ എന്നുള്ള ബട്ടനകത്ത് നിൽക്കുക. അന്നേരം ഇതെല്ലാം പ്രോഗ്രാം ക്യാൻസൽ ആദ്യം മുതൽ വരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാമിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യുക. നമുക്ക് സാധാ ഉപയോഗിക്കാം. അത് ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ എന്താണ് വെള്ളം കയറാൻ താമസം വന്നേ എന്നുള്ളത് നോക്കി പരിഹരിച്ചിട്ട് വേണം ഇത് പ്രോഗ്രാം ചെയ്യാൻ. അതപ്പം മിഷൻ വർക്ക് ചെയ്ത് തുടങ്ങിയുള്ളൂ. എറർ അങ്ങ് മാറും, ഒരു എററും ഇല്ല. കാണിക്കാൻ പോകുന്ന എറർ കോഡ് എന്ന് പറയുന്നത്, നമ്മൾ കാണിക്കാൻ പോകുന്നത് സെൻസറിൻ്റെ വാട്ടർ ലെവൽ സെൻസറിൻ്റെ എറർ കോഡാണ് കാണിക്കാൻ പോകുന്നത്. അതായത് എററിൻ്റെ അവിടെ ശ്രദ്ധിച്ചു, 1 2 3 4 5 6 7 8 ടൈം ബ്ലിങ്ക്. നമ്മൾ സെൻസറിൻ്റെ വയർ ഓൾറെഡി ഊരി വിട്ടേക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൻസറിൻ്റെ കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. 8 ടൈം ബ്ലിങ്ക് ചെയ്ത സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും. 1 2 3 4 5 6. ഈ 6 ടൈം ബ്ലിങ്കിങ് എന്ന് പറയുന്നത്, ഈ 6 ടൈം ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ കണക്ക് കൂട്ടുന്നത്. അതായത് കൂടുതൽ വോൾട്ടേജും കുറഞ്ഞ വോൾട്ടേജും, അത് ഹൈ വോൾട്ടേജ് വന്നാലും 6 ടൈം ബ്ലിങ്ക് ചെയ്യും, കുറഞ്ഞ വോൾട്ടേജ് അതായത് 170 താഴെ വന്നാലും 6 ടൈം ബ്ലിങ്ക് ചെയ്യും. നമ്മൾ ഡിസ്പ്ലേ ഉള്ള മോഡലൊക്കെ ആണെങ്കിൽ ഇതിന് ഹൈ എന്ന് എഴുതി കാണിക്കും ഡിസ്പ്ലേക്കകത്ത്. ഈ മോഡലാകുമ്പോൾ 6 വട്ടം ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. 1 2 3 4 5. ഈ 5 ടൈം ബ്ലിങ്കിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മോട്ടറിൻ്റെ ടാക്കോ കംപ്ലൈൻ്റ് ആയിട്ടാണ്. ടാക്കോ സെൻസർ, അതായത് മോട്ടറിൻ്റെ പുറകിൽ ചെറിയൊരു കുട്ടി മോട്ടർ പോലെ ഇരിപ്പുണ്ട്. അത് കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് 5 ടൈം ബ്ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെ മോട്ടർ മാറുകയോ അല്ലെങ്കിൽ ആ ടാക്കോ മാറുകയോ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഡോറ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അടഞ്ഞില്ല, ഇങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പോയോ, ഈ ഡോറിൻ്റെ ചിഹ്നം ഇങ്ങനെ എററായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ട് കിടക്കുകയും ചെയ്യും. ഇതാണ് ഡോറ് പ്രോപ്പറായിട്ട് അടഞ്ഞില്ലെങ്കിൽ കാണിക്കുന്ന കംപ്ലയിൻറ്റ്. എററിലൊന്നും കാണിക്കത്തില്ല. നമ്മൾ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്താൽ തന്നെ അതങ്ങ് മാറും. ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഡോറിൻ്റെ എറർ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഹീറ്ററിൻ്റെ സെൻസറിൻ്റെ എററാണ്. നമ്മുടെ ഹീറ്ററിൻ്റെ സെൻസറിൻ്റെ എറർ 7 വട്ടം ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്യുവാണ്. നമ്മൾ ഓൾറെഡി ഹീറ്ററിൻ്റെ സെൻസറിൻ്റെ കേബിൾ ഊരി വിട്ടേക്കുവാണ്. ഇവിടെയാണ് ഹീറ്ററിൻ്റെ കേബിൾ ഊരി വിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഊരി വിടുമ്പം, അല്ലെങ്കിൽ ആ ഹീറ്ററിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആകുമ്പോൾ 7 വട്ടവും, ഹീറ്ററിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആകുമ്പോൾ 7 വട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ 7 ടൈം ബ്ലിങ്ക് ചെയ്താൽ ഹീറ്ററിൻ്റെ സെൻസർ കംപ്ലയിൻ്റ് ആണ്. 8 ടൈം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പിന്നെ സെൻസർ, നമ്മുടെ മെയിൻ സെൻസർ, വാട്ടർ ലെവൽ സെൻസർ. ഇനി 9 ടൈം ബ്ലിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. ഇത് തന്നെ ഹീറ്റർ തന്നെ സ്റ്റീമുള്ള മോഡലുണ്ട്. സ്റ്റീം, അതായത് നമ്മുടെ പുഴുങ്ങി കഴുകുന്ന മോഡലുണ്ട്. സ്റ്റീമുള്ള മോഡലാകുമ്പോഴത്തേക്ക് 9 തവണ ബ്ലിങ്ക് ചെയ്ത സ്റ്റീം കംപ്ലയിൻ്റ് ആണ്. സ്റ്റീം പരമായ എല്ലാ കംപ്ലയിൻറ്റും 9 തവണയാണ് ബ്ലിങ്ക് ചെയ്യുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ 3 വട്ടം ബ്ലിങ്ക് ചെയ്യും. 3 വട്ടം ബ്ലിങ്ക് ചെയ്ത ഡ്രെയിനേജ് വെള്ളം ഔട്ടാകുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റാണ് 3 വട്ടം ബ്ലിങ്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. ഈ എറർ 3 വട്ടം ബ്ലിങ്ക് ചെയ്ത് മിഷൻ അനങ്ങാതെ കിടക്കും. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം പുറത്തോട്ട് പോകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് കാണിക്കുന്നത്. ഡ്രെയിനേജ് വല്ലതും അടഞ്ഞിരിക്കാം, പിന്നെ അഴുക്ക് കയറിയത്. മെയിനായിട്ട് വരുന്ന ഡ്രമ്മ് പൊടിഞ്ഞ് ഡ്രെയിനേജിനകത്ത് ഇറങ്ങുന്ന കംപ്ലയിൻ്റ്. ഡ്രമ്മ് മാറുന്നതൊക്കെ നമ്മൾ ഒത്തിരി വട്ടം കാണിച്ചതാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ പഴയ മിഷൻ്റെ എറർ കോഡൊക്കെ ഞാൻ ഇതിനകത്തൊരു ബുക്ക് പിൻ ചെയ്യുന്നതായിരിക്കും, ഒരു പേപ്പർ. അതിനകത്തുണ്ട് പഴയ മിഷൻ എറർ കോഡൊക്കെ. അപ്പോൾ പഴയ ഡിജിറ്റൽ എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള മിഷൻ്റെ ചെറിയ ചെറിയ എറർ കോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിനാവശ്യമായ ഏതൊരു സ്പെയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബോർഡ് റിപ്പയറിങ്ങോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും. പുതിയ ബോർഡ് വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. നൈസ്.